ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മസാലക്കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ വെണ്ടയ്ക്കയാണെങ്കിൽ ടിപ്പ് മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഈ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒനിയൻ ചോപ്പ് ചെയ്യാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 1.5 ഒനിയനാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്തിട്ടുള്ള ഒരു ടൊമാറ്റോ ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. 3 ചെറിയ പച്ചമുളക് കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ അവരവരുടെ ചോയ്സിനനുസരിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാലും മതി. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ വെണ്ടയ്ക്ക ഒരു 80% വേവിച്ചിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷമാണ് ഗ്രേവിയിലേക്ക് നമ്മളിത് ഇടുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ വെണ്ടയ്ക്ക ഒരു 80% കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇതിലിപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇപ്പം നന്നായിട്ട് വെണ്ടയ്ക്ക കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വെണ്ടയ്ക്ക നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്താൽ അതിൻ്റെ ഒരു താളിപ്പ് വരുവേ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റിലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക എല്ലാം കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകം ഒന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ബേ ലീഫ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയൊക്കെ അളവ് അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ജീരകപ്പൊടിയായിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം ജീരകം വറക്കുന്ന സമയത്ത് ഒരിത്തിരി കൂടെ ജീരകം കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചോപ്പ് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ തവി കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ഈ തൈരാണ് നമ്മുടെ കറിക്ക് നല്ല ഒരു ടേസ്റ്റും ഒരു ക്രീമി ടെക്സ്ചറും ഒക്കെ കൊടുക്കുന്നത്. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം.
ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് കറി ഉള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർക്കുകയാണെങ്കിൽ ആ തൈര് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഗ്രേവി എത്രയും തിക്കായിട്ട് വേണോ അതിൻ്റെ അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഒത്തിരി ലൂസായിട്ടുള്ളതിനെക്കാട്ടിലും കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നല്ലത്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റും കൂടെ വെക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലിങ്ങനെ വരും. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്.